എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാർഗിൽ വാർ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. സോജില പാർക്കും ദ്രാസും ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയതാണ്. യാത്രാവിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ദീർഘയാത്രയായതുകൊണ്ട് രാവിലെ തന്നെ ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ തയ്യാറായി. വാഹനം കാത്തുകിടപ്പുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം കാർഗിലാണ്. സോനാമാർഗ്, സോജില പാസ്, ദ്രാസ് ഒക്കെ കടന്നു വേണം കാർഗിലിലെത്താൻ. അവിടുത്തെ ഹോട്ടലിലാണ് ഇന്നത്തെ താമസം. ഇടയ്ക്കൊരു കാര്യം പറയാൻ മറന്നു. കാശ്മീരിൽ തണുപ്പൊന്നും ഇല്ലാട്ടോ. ഓഗസ്റ്റ് ആയതുകൊണ്ടാകും. എല്ലാവർക്കും മഞ്ഞൊരു മോഹം തന്നെയാണ്. മുകളിലേക്ക് കയറുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പോകുന്ന വഴിയിൽ ഒരു ആപ്പിൾ തോട്ടത്തിലിറങ്ങി. മുൻപ് വന്നപ്പോൾ ആപ്പിൾ തോട്ടം കണ്ടിരുന്നില്ല. എല്ലാവരും ഉത്സാഹത്തോടെ ഓടി നടക്കുന്നുണ്ട്. എന്തുമാത്രം ആപ്പിളാണ് താഴെ വീണ് കിടക്കുന്നത്. എല്ലാം നല്ലത് തന്നെ. ഇതൊന്നും ആർക്കും വേണ്ടേ? ഞങ്ങൾ താഴെ വീണ് കിടക്കുന്ന പാകമായ ആപ്പിൾ തൂത്തു തുടച്ച് കഴിക്കാൻ തുടങ്ങി. ചിലരൊക്കെ ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ചു തിന്നുന്നുണ്ട്. ആപ്പിൾ മാത്രമല്ല, സബർജില്ലുമുണ്ട് കേട്ടോ. ആപ്പിൾ മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ആർത്തിയോടെ നടന്നു. അപ്പോഴാണ് ജാവേദ് ഭായ് ഓടി വന്നത്. ആ ആപ്പിളുകൾ വിഷമടിച്ചതാണ്, അതൊന്നും തിന്നരുത്, പല പ്രശ്നങ്ങളും വരും. നിങ്ങൾക്കായി ഒരു പെട്ടി ആപ്പിൾ വാങ്ങി ബസ്സിൽ വെച്ചിട്ടുണ്ട്, എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് വേഗം വരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ആശങ്കയിലായി. കയ്യിലുള്ള ആപ്പിളൊക്കെ ദൂരെ എറിഞ്ഞു. തിന്നതിനെ ചൊല്ലി ആശങ്കപ്പെട്ടു. എനിക്ക് ആപ്പിൾ പൊതുവെ ഇഷ്ടമല്ലാത്തതാണ്. എന്നിട്ട് ഒരു ഓളത്തിൽ തിന്നുപോയതാണ്. എന്തെങ്കിലും ആവട്ടെ. വയറൊക്കെ ഒന്ന് തൊട്ടു തടവി ഞങ്ങൾ ബസ്സിനരിയിലേക്ക് നടന്നു. തോട്ടത്തിന് പുറത്ത് ആപ്പിൾ വിൽപ്പനക്കാരുണ്ട്. പലതരം ആപ്പിളുകൾ അടുക്കി വച്ചിരിക്കുന്നു. ബേബിച്ചൻ കടക്കാരോട് ആപ്പിളുകളുടെ രുചിഭേദങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ പറയുന്നുമുണ്ട്. ആപ്പിളുകൾ മാത്രമല്ല, പച്ചക്കറികളും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ആണോ എന്നറിയാൻ ഞാൻ ഓരോന്നും സൂക്ഷിച്ചു നോക്കി. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. എന്നാലും അന്യനാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം പുതുമ തന്നെ. വണ്ടിയിൽ കയറിയ ഉടൻ ജാവേദ് ഭായ് ആപ്പിൾ പെട്ടി തുറന്നു. ഹാ, എന്തു രുചിയുള്ള ആപ്പിൾ! നല്ല മധുരം, നല്ല മയം. കുറേ പേർ ആപ്പിൾ തോട്ടത്തിൽ തന്നെയാണ്. അവർക്ക് പോരാൻ തോന്നുന്നില്ല എന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തകൃതിയായി നടക്കുന്നുണ്ട്. വഴിയോര കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. മലമടക്കുകളിൽ ചില ഗ്രാമങ്ങൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഒരുവിധം വലിയ പട്ടണങ്ങളുമുണ്ട്. അവിടെയാണ് ആളുകൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനായി വരുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീനഗറിൽ നിന്ന് കാർഗിൽ, ലേ, ലഡാക്ക് വഴി മണാലി, ഡൽഹി പോകുന്ന ഹൈവേയിൽ കൂടിയാണ്. ഇതിലൂടെ പോകുന്ന വാഹനങ്ങളിൽ ഭൂരിപക്ഷവും കാശ്മീരിൽ നിന്ന് പഴങ്ങളുമായി പോകുന്ന ലോറികളാണ്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ നല്ല തിരക്കാണ്. ശൈത്യകാലത്ത് മഞ്ഞു മൂടുന്നതുകൊണ്ട് ഈ പാത അടച്ചിടും. ഇൻഡസ് നദിയുടെ അരികിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കേട്ടോ. വെള്ളമൊഴുകുന്ന ശബ്ദവും ചുറ്റുമുള്ള പച്ചപ്പും ഒരു വല്ലാത്ത ഊർജം തന്നെ. സൗകര്യപ്രദമായ സ്ഥലത്ത് വണ്ടി ഒതുക്കി
പാറക്കല്ലുകൾക്കിടയിലൂടെ നടന്നും വെള്ളം തട്ടിത്തെറിപ്പിച്ചും ഞങ്ങൾ കുട്ടികളെപ്പോലെ നടന്നു. ജോയിച്ചേട്ടൻ നല്ല ഉത്സാഹത്തിലാണ്. ഞങ്ങളിൽ ഏറ്റവും മുതിർന്ന ആൾ ജോയിച്ചേട്ടനാണ്. ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം. ആർക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന സ്നേഹസമ്പന്നൻ. ജോസേട്ടനും ഷീബയും പാറയിൽ ചാരി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ് കേട്ടോ. നദിയുടെ തീരത്ത് ധാരാളം ഉരുളൻ കല്ലുകൾ ഞാൻ കുറേ അധികം പെറുക്കിയെടുത്തു. വീടിനകത്ത് ചെടിച്ചട്ടുകൾ വെക്കുമ്പോൾ മുകളിൽ അലങ്കരിക്കാലോ. പാങ്കോങ് പോകുന്ന വഴി ഇഷ്ടംപോലെ നല്ല കല്ലുകൾ കിട്ടുമെന്ന് പറഞ്ഞ് അർഷു എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്തായാലും പെറുക്കിയതല്ലേ, ഞാൻ കളഞ്ഞില്ല. മതിയാവോളം ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ കയറിയത്. नमस्कार, किधर का है आप? हाँ जी, किधर का है? मैं बिहार का हूँ। बिहार। थोड़ा फोटो खींचो। नहीं कोई नहीं, हम लोग का फोटो बाद में मत करिए। ദുർഘടം പിടിച്ച വഴിയിലൂടെ ഇനിയും കുറേ അധികം ദൂരം പോകണം കാർഗിലിലേക്ക്. അതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.